കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരെക്കാളും സാധിക്കുകയില്ല എന്ന് കൊടുവള്ളിയുടെ ഈ സുവർണ്ണ നഗരിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഐക്യ ജനാധിപത്യം മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. കൊടുവള്ളി മണ്ണിലേക്ക് അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ആദരണീയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, നിർത്തുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ അരവിന്ദൻ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയമുള്ള ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനസമൂഹം, നിങ്ങൾ എന്തിന്റെ സാക്ഷിയാണ് എന്നെനിക്കറിയാം. നേരും നെറിയുമില്ലാതെ ആരെയെങ്കിലും പീഡിപ്പിച്ചാൽ, ആരെയെങ്കിലും ദ്രോഹിച്ചാൽ, ആരെയെങ്കിലും അത് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ വികാരം. ഞാൻ ആ വികാരം ഉൾക്കൊള്ളുന്നു. ഒരു 15 വർഷം മുമ്പ് ഉപയോഗിച്ച് തഴമ്പിച്ച ഒരായുധമെടുത്ത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ഒരു കൂട്ടർ തുരുമ്പിച്ച ഒരായുധമെടുത്ത് ഒന്ന് മിനുക്കി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കിയതിൻ്റെ കഥയാണ് ഇത് എന്നുള്ളത് ജനങ്ങൾക്ക് രണ്ട് യുദ്ധം ജയിച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ. പാർലമെന്റും അതുപോലെ തന്നെ പഞ്ചായത്തും. ഞങ്ങൾ 2 യുദ്ധം തൂത്തുവാരി നിലംപരിശാക്കി ജയിച്ചു. അടുത്ത യുദ്ധത്തെ ഫേസ് ചെയ്യാൻ അവർക്ക് മനക്കരുത്തില്ല. അടുത്ത യുദ്ധം ആലോചിക്കുമ്പോ അവർക്ക് ഉള്ളിൽ കാളലുണ്ട്, അന്താളിപ്പുണ്ട്, വിഷമമുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പാകുന്ന അടുത്ത യുദ്ധത്തിൽ